ബി പി എന്റെ മൊബൈൽ എടുത്തോ? തന്റെ മൊബൈലോ? എനിക്കെന്തിനത്? എനിക്ക് യൂസ് ചെയ്യാൻ സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടല്ലോ. ഇനി അറിയാതെ എങ്ങാനും ബി പിയുടെ കയ്യിൽ ആയിപ്പോയെന്ന് അറിയാനാ. നോ, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്റെ മൊബൈൽ എവിടെ? അത് താൻ എവിടെയെങ്കിലും വെച്ച് മറന്നതാവും. വല്ല കോഫി ഷോപ്പിലോ ആരുടെയെങ്കിലും ഓഫീസിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് മിസ്സായതാവും. അതിന് ഞാൻ കോഫി ഷോപ്പിലോ ആരുടെ ഓഫീസിലൊന്നും പോയില്ലല്ലോ. മാത്രമല്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ, ബി പി പോകുന്നത് വരെ അതിവിടെ ഉണ്ടായിരുന്നു. എങ്കിലത് ഇവിടെ എവിടെയെങ്കിലും കാണും. വിളിച്ചു നോക്കണോ? അതൊക്കെ അശ്വതിയുടെ ഫോണിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫാ. എങ്കിൽ ചാർജ് തീർന്നാവും. അല്ല, താനെന്തിനാ അശ്വതി കാണാൻ പോയത്? എനിക്ക് മാളുവിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് മാൾ ഇവിടെ ഉണ്ടായിരുന്നു? വി പി എവിടെയായിരുന്നു ഇതുവരെ? എനിക്ക് 1-2 പേരെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോയി കണ്ടു, സംസാരിച്ചു. കാര്യങ്ങളെല്ലാം ഒരു ധാരണയിലെത്തിയിട്ടാ പിരിഞ്ഞത്. അങ്ങനെ ടോട്ടലി ഒരു നല്ല ദിവസം തന്നെയായിരുന്നു ഇന്ന്. കഴിക്കാൻ എടുക്കട്ടെ? ആ, വേഗം വേഗം, നല്ല വിശപ്പുണ്ട്. ഹലോ. ഹലോ, ഞാൻ അപ്പുവാ. അപ്പു, നീയായിരുന്നോ? ഇതേതാ നമ്പർ? അതൊക്കെ പിന്നെ പറയാം. ഇതൊക്കെ നീ കൂടി അറിഞ്ഞിട്ടുള്ള പ്ലാനിംഗ് ആണെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ കൂടി അറിഞ്ഞിട്ടുള്ള പ്ലാനിങ്ങോ? എന്താ അപ്പു, എന്താ നീ അങ്ങനെ ചോദിച്ചേ? നിങ്ങൾ പോയതിന് പിറകെ വി പി ഇവിടെ വന്നിരുന്നു. ആ വരവിന്റെ പിന്നിൽ നിനക്കോ നന്ദൻ സാറിനോ റോളുണ്ടോന്ന് അറിഞ്ഞാൽ കൊള്ളാം. വി പി അങ്കിൾ അവിടെ വന്നെന്നോ? അപ്പൊ ഗീതാന്റെ സംശയിച്ച ശരിയാണല്ലോ. അപ്പോ അമ്മയ്ക്കറിയായിരുന്നോ വി പി ഇങ്ങോട്ട് വരുമെന്ന്? അങ്ങനെയല്ല അപ്പോ, ഞാനും നന്ദൻ സാറും കൂടി നിന്നെ കാണാൻ വരുന്നതിനിടയില് അമ്മ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വി പി അങ്കിള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും അത് ഞങ്ങളെ ഫോളോ ചെയ്യാനാണെന്നും ഗീതാന്റെ സംശയിച്ചിരുന്നു. ഗീതാന്റെ ആ വിവരം നന്ദൻ സാറിനെ വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി ആന്റിയുടെ ഫോൺ വി പി അങ്കിള് കൈക്കലാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഒരിക്കലും ഞങ്ങളെ ഫോളോ ചെയ്തായിട്ട് എന്റെയോ നന്ദൻ സാറിന്റെ ശ്രദ്ധയിൽ പെട്ടതുമില്ല. എന്തായാലും നിങ്ങളെ ഫോളോ ചെയ്ത് തന്നെ വി പി ഇവിടെ എത്തിയത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിങ്ങൾ പോയതിന്റെ പിന്നാലെ തന്നെ വി പി ഇവിടെ എത്തിയെങ്കിൽ അതിനർത്ഥം വി പി നിങ്ങളെ ഫോളോ ചെയ്ത് എത്തിയെന്ന് തന്നെയാണല്ലോ. സത്യം അപ്പോ, ഇക്കാര്യത്തിൽ എനിക്കോ നന്ദൻ സാറിന് ഒരു അറിവുമില്ല. നിന്നെ കാണാനാണ് ഞങ്ങൾ വരുന്നതെന്ന് വി പി അങ്കിളിന് അറിയാൻ ഒരു വഴിയില്ലായിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? എന്തായാലും ആളിവിടെ എത്തി, ആകെ സീനാവുകയും ചെയ്തു. എന്താ അപ്പോ, അങ്കിളുമായിട്ട് വഴക്കുണ്ടായോ? ഏയ്, വഴക്കൊന്നുമില്ല. അപേക്ഷയുടെ സ്വരമായിരുന്നു ഇന്ന് വി പിക്ക്. എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാം എന്നൊരു ലൈൻ. പക്ഷേ അത് എത്രമാത്രം ജെന്യുവൻ ആണെന്നൊന്നും എനിക്കറിയില്ല. അങ്കിള് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്നോടും അങ്കിൾ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ മാളു, എനിക്കിപ്പോഴും അതത്ര ജെന്യുവൻ ആയിട്ട് തോന്നുന്നില്ല. ഒരുപക്ഷെ അമ്മയ്ക്കും വി പിയുടെ ഈ നിലപാടിൽ സംശയം ഉണ്ടായിരിക്കും. അങ്കിൾ എന്ത് പറഞ്ഞാ പിരിഞ്ഞത്? പൂനെയിലേക്കുള്ള എന്റെ യാത്ര പോസ്റ്റ്പോൺ ചെയ്യണമെന്ന്. എന്നിട്ട് നീ ഇതിന് സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. അതേതായാലും നന്നായി അപ്പോ. എന്ത് നന്നായിന്നോ? യാത്ര ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെന്നേ ഉള്ളൂ. ഒരു തിരിച്ചുവരവിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം മാളു. പറ്റിയ വീട്ടിൽ ചെന്ന് വി പിയെ കണ്ടെന്ന് സംസാരിക്കണം. എന്താണ് വി പിയുടെ മനസ്സിലിരിപ്പെന്ന് നിനക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ.
പിന്നെ അമ്മയുടെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം ഇനി അങ്ങോട്ട് എങ്ങനെ നീങ്ങണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാൻ പോവാ അപ്പു. ഞാൻ ചെന്ന് അങ്കിളിന്റെ ആന്റി ഇങ്ങോട്ട് സംസാരിക്കാം. തൽക്കാലം ഞാൻ വിളിച്ച കാര്യം വേറെ ആരും അറിയരുത്. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്നും വേറെ ആർക്കും ഈ നമ്പർ കൊടുക്കണ്ട. മനസ്സിലായോ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ റിങ് ചെയ്താൽ മതി. ഞാൻ തിരിച്ചു വിളിച്ചോളാം. ശരി, വെക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പു. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ? എനിക്ക് മാളൂനെ ഒന്ന് കാണുമെന്ന് തോന്നി. ഇവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എന്നെ ഇവിടെ ആക്കാന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഡോക്ടർക്ക് മാളിനെ കാണണ്ടേ? അതെന്ത് ചോദ്യം മുത്തശ്ശി? എനിക്ക് കാണാനും കൂടിയല്ലേ ഞാൻ മമ്മിയും കൊണ്ട് വന്നത്. അതെ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. മാളൂന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അവള് കുഞ്ഞിന്റെ കാര്യം ഓർത്തിപ്പോ സങ്കടപ്പെടാറുമില്ല. അതൊരു നല്ല കാര്യമല്ലേ ഇന്ദിരാമേ? കാര്യമൊക്കെ നല്ലത് തന്നെ. എന്നാലും ഇനി അവളെ ഇവിടെ അധികം നിർത്താതിരിക്കുന്ന ഡോക്ടറെ നല്ലത്. കൈയോടെ രണ്ടുപേരെ അവളെ വിളിച്ചോണ്ട് പോകും. അതെന്താ മുത്തശ്ശി? വേറൊന്നുമല്ല, ആ പണിക്കാരുടെ കൊച്ചുമായിട്ട് വീണ്ടും അടുപ്പവും ചങ്ങാത്തവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. വീണ്ടും അതുമായിട്ട് ചങ്ങാത്തം തുടങ്ങിയാലേ ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതിനെപ്പോഴാ തലതിരിവ് തോന്നുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കൊച്ചിനെ കൈയോടെ അങ്ങ് വിളിച്ചോണ്ട് പോകാൻ. അമ്മ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് നോക്കി വരികയായിരുന്നു ഞാൻ. ഇതെപ്പറ്റി ഇപ്പൊ വന്നതേ ഉള്ളൂ അശ്വതി. ഇന്ദിരാമ്മ മാളൂന്റെ കാര്യം പറയായിരുന്നു. രണ്ടുപേരും ഒരു മുന്നറിയിപ്പില്ലാതെ ആണല്ലോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ മുതലേ മമ്മി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു. എന്നാ കൈയോടെ അതങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. വാ ഇരിക്ക്. മാളു ഇവിടെ ഇല്ലേ? ആ, അവളിവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ പോയി കണ്ടോളാം. നിങ്ങൾ സംസാരിക്കേ. കണ്ടോ കണ്ടോ, മാളൂനെ കണ്ടോളാൻ വയ്യാത്തത് എനിക്കാണെന്ന് അവന്റെ പറച്ചില്. പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ തനിനിറം കണ്ടോ? മുരളിക്ക് ഓഫീസിൽ പോണ്ടേ? പോണം. കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതി. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. ആ, പതുക്കെ മതി അശ്വതി, ധൃതിയില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ. എന്നാ ഞാനും കൂടി വരാം. ദേ മുരളി, അവരായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി കൊച്ചിനെ ഇവിടെ നിർത്തി കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ അവരോടൊപ്പം പറഞ്ഞുവിട്. അതാണേ നല്ലത്. ഇന്നലെ രാത്രിയിൽ എത്രയോ നേരം നമ്മൾ രണ്ടാളും സംസാരിച്ചു. എന്നിട്ട് കൂടി ഇന്നിങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. അതിന് ഇന്നലെ രാത്രി ഉണ്ടായ തീരുമാനമല്ലല്ലോ ഇത്. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോ മുതല് തന്നെ കാണണമെന്നൊരു മോഹം മനസ്സിൽ വല്ലാതങ്ങ് തുള്ളി തുളുമ്പാൻ തുടങ്ങി. ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും ആ തോന്നലെന്ന്. ഞാൻ മമ്മിയോട് ഈ കാര്യം പറയാൻ തുടങ്ങിയപ്പോ മമ്മി ഇതേ കാര്യം തന്നെ എന്നോട് പറയായിരുന്നു. എനിക്കും എന്റെ മരുമോൾ കൊച്ചിനെ കാണണമെന്ന്. എന്നാ പിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ ഈ പുളുക്കഥ ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. എന്നെ കാണുന്ന ആന്റിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും. ആന്റി നിർബന്ധിച്ചപ്പോ കൂടെ പോകുന്നതാവും. അതല്ലേ സത്യം? എന്നാ താൻ വാ, അതാണോ സത്യമെന്ന് താൻ തന്നെ വന്ന് മമ്മിയോട് ചോദിക്ക്. അപ്പൊ തീരുമല്ലോ ഈ സംശയം. എനിക്ക് ഒരു സംശയമില്ല. ഒരു സർപ്രൈസ് തന്നു എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് ഇങ്ങനെയുണ്ടോ അഹങ്കാരം? അഹങ്കാരം അല്ലടോ ഇത്. ശരിക്കും എന്റെ മനസ്സിന്റെ സന്തോഷം, തന്നെ ഇങ്ങനെ കണ്ടതിലുള്ള സന്തോഷം. ഇന്നലെ രാത്രിയില് നമ്മൾ ഒരുപാട് സംസാരിച്ചില്ലേ, നമുക്കുണ്ടായ ഈ സങ്കടം എത്രയും വേഗം ഓവർകം ചെയ്യണമെന്ന്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിൽ വേറെ തന്നെ ഇങ്ങനെ തെളിഞ്ഞ മുഖത്തോടെ കണ്ടപ്പോൾ അതിൽ വേറെ സന്തോഷമായി. ഞാനും മനഃപൂർവ്വം എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുക. ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ സങ്കടങ്ങളെ മറ്റുള്ളവരുടെ വലിയ സങ്കടങ്ങളായിട്ട് കമ്പയർ ചെയ്ത് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസമായി
ഞാൻ അപ്പുവിന്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. എത്ര പെട്ടെന്നായിരുന്നു അപ്പുവിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്, അതും അപ്പുവിൻ്റെതല്ലാത്തൊരു കുറ്റത്തിന്. അപ്പുവിനെ പോലൊരു ധൈര്യശാലിക്ക് പോലും ജീവിതം മതിയാക്കാൻ തോന്നണമെങ്കിൽ എന്തുമാത്രം മാനസിക സംഘർഷം അപ്പു അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സങ്കടം നമ്മളിൽ തന്നെ ഒതുങ്ങുന്നല്ലേ ഉള്ളൂ. ഇന്നലെ അപ്പുവിനെ കണ്ടിട്ട് തിരിച്ചു പോരുന്ന വഴി അതായിരുന്നു ഞാൻ ആലോചിച്ചത് മുഴുവൻ. താനിപ്പോ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന മാളു. അപ്പൊ എന്റെ മമ്മിയുടെ ഉപദേശം ഫലം കാണുന്നുണ്ട്. ഗുഡ്. അയ്യോ, സംസാരിച്ചിരുന്ന് ഞാൻ ആന്റി വന്ന കാര്യം മറന്നുപോയി. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. എടോ, ഞാനും ഇറങ്ങാ. പിന്നെ മമ്മി തനിക്കൊരു സർപ്രൈസ് കരുതിയിട്ടുണ്ട്. രാവിലെ ഒരു വാക്ക് പോലും പറയാതെ മമ്മിയും മോനും വന്ന് ഞെട്ടിച്ചിട്ട് ഇനിയും സർപ്രൈസോ? എന്താ അത്? അതൊക്കെ താൻ മമ്മിയോട് നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. വാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. ഇത്ര നേരത്തെയോ? കുറച്ച് കഴിയട്ടെ, ഞാൻ കഴിച്ചോളാം. അതല്ല, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. താൻ എവിടേക്കാ പോകുന്നത്? എനിക്കൊരു മൊബൈൽ ഷോപ്പിൽ പോകണം. തന്റെ മൊബൈൽ ഇതുവരെ കിട്ടിയില്ലേ? മൊബൈൽ ഇതുവരെ കിട്ടിയില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ? അങ്ങനെ ഞാനും വിചാരിച്ചത്. പക്ഷെ ആ സാധനം ഇവിടെ എവിടെയും കാണുന്നില്ല. ഈ വീട്ടില് കണ്ണിന് കാണാവുന്ന സ്ഥലത്തെല്ലാം ഞാൻ ആ മൊബൈൽ തിരഞ്ഞു. അവിടെ എങ്ങും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും പുതിയ ഒരെണ്ണം വാങ്ങാന്ന് കരുതി. അങ്ങനെയാണ് തന്റെ തീരുമാനമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അതിനു മുമ്പ് എല്ലായിടത്തും ഒന്നുകൂടി നോക്കുന്നത് നന്നായിരിക്കും. ഒരിക്കലും നോക്കിയിട്ട് കിട്ടാവുന്നത് വീണ്ടും നോക്കിയാൽ കിട്ടുമെന്ന് ബിപിക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? അല്ല, തന്റെ ശ്രദ്ധ പതിയാത്ത എവിടെയെങ്കിലും അതുണ്ടാവുന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഏതായാലും അതെടുത്തവർക്ക് അതുകൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലെ ബിപി ഇവിടുന്ന് പോയതിന് തൊട്ട് പിന്നാലെയാ ആ മൊബൈൽ മിസ്സിംഗ് ആയത്. എന്ന് വെച്ചാൽ താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആ മൊബൈൽ ഞാൻ എടുത്തെന്നാണോ? എനിക്കങ്ങനെ ആരുടെയും മൊബൈൽ മോഷ്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരു മൊബൈൽ വേണമെന്ന് തോന്നിയപ്പോൾ സ്വന്തമായിട്ടൊന്ന് വാങ്ങുക ചെയ്തത്. ഇനിയിപ്പോൾ തനിക്കും അങ്ങനെ ആകണമെങ്കിൽ ആയിക്കോ. പക്ഷെ അതിന് മറ്റുള്ളവരുടെ മുകളിൽ പഴിയാറരുത്.
ഗീത, ഗീത, തന്റെ മൊബൈൽ ഞാൻ എടുത്തതാണെന്നല്ലേ താൻ പറഞ്ഞത്? VP ആണ് എടുത്തതെന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ VP പോയതിന് ശേഷമാണ് ആ മൊബൈൽ ഇവിടെ നഷ്ടപ്പെട്ടത്. അത് തന്റെ വെറും സംശയം മാത്രമാണെന്ന് ഞാൻ തെളിയിക്കട്ടെ? ദേ, ഇത് പിന്നെ എന്താ നോക്ക്, തന്റെ മൊബൈലല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? അതെങ്ങനെ എനിക്കറിയാം? ഞാനിപ്പോ ഇരിക്കാനായി ഈ സോഫയുടെ കുർച്ചിനെ നേരാക്കിയപ്പോഴാ അതോടെ ഇരിക്കുന്നുണ്ട്. തന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വീണു പോയതാവും. ഒരിക്കലും അതിനുള്ള ചാൻസ് ഇല്ല. ഇന്നലെ രാവിലെ ഞാൻ മൊബൈലായിട്ട് ഈ സോഫയിൽ വന്ന് ഇരുന്നിട്ടുമില്ല. അതൊക്കെ താൻ മറന്നതാവും. പിന്നെ ആരും കൊണ്ടുവയ്ക്കാതെ ഈ മൊബൈല് തനിയെ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നില്ലല്ലോ. സമ്മതിച്ചു. ഒരു വാദത്തിന് വേണ്ടി ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇന്നലെ മൊബൈൽ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഈ സോഫയിലെ എല്ലാ കുഷനും ഞാൻ തട്ടിക്കുറഞ്ഞ് നോക്കിയതാ. അന്നേരം കാണാത്ത മൊബൈല് ഇന്ന് രാവിലെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ഇവിടെ വന്നു? അത് ശരി, ഇപ്പൊ മൊബൈൽ കണ്ടതാണ് കുഴപ്പമായത്. തനിക്കിപ്പോഴും എന്നെ തന്നെയാണ് സംശയമല്ലേ? തുറന്നു പറയുന്നത് VP ക്കും തോന്നരുത്. എന്റെ മൊബൈൽ മിസ്സിംഗ് ആയതിന്റെ പിന്നിൽ എനിക്ക് VP യെ നല്ല സംശയമുണ്ട്. കാണും, അതൊരു കുറ്റമല്ല. മറ്റുള്ളവരെ ഒളിച്ചും മറച്ചും ജീവിച്ച് ശീലിച്ചവർക്ക് അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും എന്നെക്കുറിച്ചുള്ള ആരോപണം ഈ ഒരു മൊബൈലിൽ ഒതുക്കിയല്ലോ, അത്രയും സമാധാനം. ഇല്ല VP, ഞാനൊരു തർക്കത്തിനില്ല. VP യോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് കരുതിയതാ. പക്ഷെ VP ആയിട്ട് തന്നെയാ എന്നെ കൊണ്ട് ഇത്രയും പറയിച്ചത്. നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. ഞാൻ ഇറങ്ങുക. അല്ല, ഈ മൊബൈൽ കിട്ടിയ സ്ഥിതിക്ക് നീ എങ്ങോട്ടാ യാത്ര? എന്തായാലും രാവിലെ മെനക്കെട്ട് ഒരുങ്ങി ഇറങ്ങിയതല്ലേ, ഒന്ന് പുറത്തു പോയിട്ട് വരാം. അതെങ്ങോട്ടാണെന്നാണ് ചോദിച്ചത്. അതെന്തിനാ VP അറിയുന്നേ? VP യുടെ ആയിട്ട് എങ്ങോട്ടാ പോണതെന്നും എന്താണ് ചെയ്യണമെന്നൊന്നും എന്നോട് ഷെയർ ചെയ്യാറില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എവിടെ പോണെന്നും എന്തിനു പോണെന്നൊന്നും VP യെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകുന്നതേ അംബിമാമനെ കാണാനാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അംബിമാമനും അപ്പവും ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള ട്രെയിനിൽ പൂനെയിലേക്ക് തിരിക്കും. ഞാൻ പോയത് എങ്ങോട്ടാണെന്നും ആരെയാണ് കണ്ടതെന്നും എൻ്റെ ഭാര്യയ്ക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് കാലമൊന്നും ആർക്കും സത്യം മൂടി വെച്ച് ജീവിക്കാനാവില്ല. അത് മനസ്സിലാക്കിയതെന്നു. ആ, പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് തന്നോട് നന്ദിയുണ്ട്. ഓർമ്മയുടെ ഒരു ഭാഗം അടർന്നു പോയിട്ടും എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി എന്നിൽ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്.